ചേട്ടത്തി സുഖല്ലേ? ഓ സുഖായിരിക്കുന്നു. എങ്ങനെയുണ്ട്? പഠിപ്പൊക്കെ പാസ്സായോ? സത്യം പറഞ്ഞോണം, നിങ്ങൾ പാസ്സായോ? ആ പാസ്സായല്ലോ. എന്നെ നോക്കി അവളെ എഴുതി, അവളെ നോക്കി ഞാൻ എഴുതി. രണ്ടുപേരും പരസ്പരം നോക്കി എഴുതിയാണല്ലേ ജയിച്ചത്. ഒന്നുങ്ങ് തന്നോണ്ടല്ലോ. ചേച്ചി അമ്പലത്തിലേക്ക് വാ ചേച്ചി. നേരത്തെ നമ്മൾ കടങ്കഥ പറഞ്ഞ് കളിച്ചതുപോലെ നമുക്ക് കളിക്കാം. ശരിയടി, ഞാൻ വെല്ലിച്ചന്റെ വീട്ടിൽ പോയിട്ട് അമ്പലത്തിലേക്ക് വന്നേക്കാം. നീ വന്നേക്ക്. ആ പിന്നെ നിന്റെ പെണ്ണ് കാണാൻ വന്നിട്ട് എന്തായി? അതിന്റെ ഒരു കുറവേ ഉള്ളൂ. വരുന്നു, കാണുന്നു, പോകുന്നു. ഇങ്ങനെ പോയാലേ ഏതെങ്കിലും ഒരു കിഴവനെ കെട്ടേണ്ടി വരും. പറയുന്നതുകൊണ്ട് നിനക്കൊന്നും തോന്നരുത്. ഇന്നത്തെ കാലത്തെ ആമ്പിള്ളേരെക്കാളും കിഴവന്മാർ എത്രയോ ബെറ്ററാ. നീ കൽമണ്ഡപത്തിലേക്ക് വാ, കാണിച്ചു തരാം. എന്റെ ഗുരുവായൂരപ്പാ കാത്തോളണേ. ഐ ലവ് യു. ഞാൻ നിന്നെ പ്രണയിക്കുന്നു. മൈ ഡിയർ പാഷനേറ്റഡ് വൈഫ്, ഐ ആം ഗോയിങ് ടു ദി പാഡി ഫീൽഡ്. ടുഡേ ഐ ആം സീ ദി ബുള്ളറ്റ്സ് ഓൺ ദി ബോർഡ്. രാവിലെ തന്നെ തുടങ്ങിയല്ലോ. Already I told you in English. Now I am telling in Malayalam again. ഞാൻ വയലിലേക്ക് പോകുന്നു. എന്താ നീ പറയാതെ വന്നേ? വരുമെന്ന് പറഞ്ഞിരുന്നേ, വണ്ടി അയക്കില്ലായിരുന്നോ? അല്ല വല്യമ്മേ, നിങ്ങൾക്കൊക്കെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ ഞാൻ പറയാതെ വന്നത്. ശരി വാ, കൊള്ളാലോ. സംസാരിക്കാം. അച്ഛനും അമ്മമ്മയ്ക്കൊക്കെ സുഖമല്ലേ? എല്ലാവർക്കും സുഖം. ഗൗരി മോളെ, മോളുടെ അച്ഛൻ നിന്റെ പഠിത്തത്തിൽ എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത്? ഞാനിപ്പോ BSc കഴിഞ്ഞല്ലേ വെല്ലിച്ച. ഇനി അമേരിക്കയിൽ പഠിപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടും അച്ഛൻ ചെയ്യാ. വാട്ട് ഈസ് ദിസ് മോളെ? നമ്മുടെ കുടുംബത്തിലെ ഒരേ ഒരു മുത്തുമണി നീയാണ്. ഞങ്ങൾക്കും കുട്ടിയും കൊടുക്കുകയൊന്നുമില്ലല്ലോ. യു ആർ ദ വൺ ആൻഡ് ഓൺലി ഡോട്ടർ. മര്യാദക്കൊരു കല്യാണമൊക്കെ കഴിച്ച് ഞങ്ങൾക്കൊരു പേരക്കുട്ടിയെ തരേണ്ടതല്ലേ? അതിന് പകരം അമേരിക്കയിൽ പോകുന്നു, അന്റാർട്ടിക്കയിൽ പോകുന്നു, ആഫ്രിക്കയിൽ പോകുന്നു. I don't want you to go to America. I want you to get married soon. ആദ്യം നിന്റെ കല്യാണം നടക്കട്ടെ ഗൗരി മോളെ. ഒന്നുകിലും മലയാളത്തിൽ സംസാരിക്കൂ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയൂ. അതില്ലാതെ വെറുതെ ഏർ കൊണ്ട പട്ടിയെ പോലെ ബാവു ബാവു എന്ന് പറഞ്ഞാലോ? എന്റെ ഇംഗ്ലീഷ് കേട്ടല്ലേടി. കെട്ടുകയാണെങ്കിൽ ഇയാളെ മാത്രമേ കെട്ടൂ, ഇല്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യും എന്ന് പറഞ്ഞ എന്റെ കാലിക്കെട്ട് പിടിച്ച് കരഞ്ഞത്. അതൊക്കെ അന്ന്. ഇപ്പോ നിങ്ങളുടെ ഇംഗ്ലീഷ് കേട്ട് കേട്ട് എന്റെ ജീവൻ പോകാറായി. അയ്യോ, എന്താ വല്യമ്മ ഇത്? എപ്പോ നോക്കിയാലും കുട്ടികളെ പോലെ വഴക്കിട്ടോണ്ടിരിക്കുകയാണോ? എടി മോളെ, ദിസ് ഈസ് ഓൺലി ദ ഡേ ഫൈറ്റ്, നോട്ട് ദ നൈറ്റ് ഫൈറ്റ്. നാണം കെടുത്തല്ലേ വല്യമ്മേ? അങ്ങനെ കരിനീല കണ്ണുള്ള പെണ്ണേ, നിന്റെ കവിളത്തു ഞാനൊന്നു നുള്ളി. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളക്കിലൂക്കിയ സുന്ദരി, പെണ്ണ് കെട്ടിനു കുറിയെടുക്കുമ്പോ ഒരു നറുക്കിനു കണ്ടില്ലേടാ, ഇവന്റെയൊക്കെ സ്റ്റൈലില് സിനിമാ പാട്ട് പാടിക്കൊണ്ട് വരുവാ കേരളം കേട്ടവൻ. അതെ, നമ്മളൊക്കെ ഈ പാടിക്കളഞ്ഞ പാട്ടാവും പാടിക്കൊണ്ട് വരുന്നേ. മാര കഴുത. വണ്ടി നിർത്തടാ, നിർത്തടാ വണ്ടി, വണ്ടി നിർത്തടാ, മനസ്സിലാവത്തില്ല. വണ്ടി നിർത്തടാ, വണ്ടി നിർത്തടാ, നിർത്തടാ വണ്ടി. സാർമാര് കയറാൻ വന്നതാണ്. ഞങ്ങൾ കേറാൻ വന്നതല്ല, നിന്നെ ഇറക്കാൻ വന്നതാ. ഇറങ്ങടാ മര്യാദ കേട്ടവരെ. അപ്പൊ സാർ അറിഞ്ഞില്ലേ, ഇന്നലെ ക്രിക്കറ്റ് മാച്ച് ആയിരുന്നു സാർ. കിഴക്കമ്പലത്തിന് മണ്ണാർക്കാട്ടിന് കട്ട മത്സരമായിരുന്നു. നമ്മുടെ കിഴക്കമ്പലത്തിന്റെ മുമ്പിൽ മണ്ണാർക്കാട് ഔട്ട്. അതെ, പിന്നെ വലിയ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ഇദ്ദേഹം കളിക്കാൻ പോയി. സാർ, എന്നെ പറ്റി നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, നിങ്ങൾക്ക് ബുദ്ധിയില്ലാത്തോണ്ട് ഞാൻ ക്ഷമിക്കും. പക്ഷെ ക്രിക്കറ്റിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാ ഞാൻ തന്നെ നിങ്ങൾ എറിഞ്ഞു കൊല്ലേണ്ടി വരും. ജാഗ്രത. നിർത്തോ. എന്താടാ എറിഞ്ഞു കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണോ? സാർ പിന്നെന്താടാ, 18 വർഷമായി ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്നു. 10ാം ക്ലാസ് പോലും നീ പാസ്സായിട്ടില്ല. യവനെ കണ്ടോ, നിന്റെ കൂടെ പഠിച്ചവനാ, ഇന്നിപ്പോ ഇതേ സ്കൂളിലെ അധ്യാപകനാ. വളരെ സന്തോഷം. പെട്ടെന്ന് ഹെഡ് മാസ്റ്റർ ആവട്ടെ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. 18 വർഷമായിട്ട് ഒരേ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടും അവന്റെ അഹങ്കാരം കണ്ടില്ലേ? 18 അല്ല 68 വർഷമായാലും ഈ ലോകം അവസാനിച്ചാലും ശരി, ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കും. പഠിക്കും ഞാൻ. എന്റെ അച്ഛനെ അമ്മയും പഠിക്കാത്തവരെന്ന് ആക്ഷേപിച്ച ഈ സമൂഹത്തിന് മുമ്പിൽ അവരുടെ മാനം സംരക്ഷിക്കുന്നതിനായി പഠിക്കും പഠിക്കും പഠിച്ചുകൊണ്ടേയിരിക്കും ഞാൻ. അത് ചോദിക്കാൻ ഒരുത്തരം വരണ്ട. വരണോ, നമുക്കെങ്കിലും പള്ളിക്കൂടത്തിലോട്ട് പോവാം. അതെ, നിങ്ങളെങ്കിലും നന്നാവാൻ നോക്ക്. ഇടറാ വണ്ടി. എന്താടി ചെമ്പകുതിര വരാത്തെ? ചേച്ചി, ചെമ്പകൻ ചേച്ചി മരുന്ന് വാങ്ങിക്കാൻ പോയിരിക്കുവാ. ചേച്ചി ഇപ്പൊ വരും. അതെ, അവക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. ചേച്ചി കടങ്കഥ ചോദിക്ക്. കടങ്കഥ ചോദിക്ക് ചേച്ചി. ശരി, ആദ്യം ഞാൻ നിന്നോട് ചോദിക്കാം, അതിന് നീ ഉത്തരം കണ്ടുപിടിക്കണം. രണ്ടാമത്തേത് നിന്നോട്, അതിന് നീ ഉത്തരം കണ്ടുപിടിക്കണം. 2 പേർക്ക് ഉത്തരം അറിയില്ലെങ്കിൽ 2 പേരും പരസ്പരം തലയിൽ കൊട്ടുകൊടുക്കണം. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ശരി. ഓക്കെ.
ആദ്യത്തെ ചോദ്യം നിന്നോടാ. ആ, നാക്കൊന്നുണ്ട് പക്ഷേ രുചിയില്ലാത്തവൻ അതാരാണ്? നാക്കൊന്നുണ്ട് രുചിയില്ല, ആരാണിവൻ? ആ, അത് തന്നെ. അത് അത് അറിയില്ല ചേച്ചി. അറിഞ്ഞൂടല്ലേ? അപ്പൊ നീ ഒരു കൊട്ടു കൊടുത്തേ. നാക്കൊന്നുണ്ട് പക്ഷെ രുചിയില്ലാത്തവൻ ആരാ? ചിരവ. ഗൗരി മോളെ പ്ലീസ് ഡോണ്ട് ഗെറ്റ് ടെൻസ്ഡ്. ഐ വിൽ സോൾവ് ദ മാറ്റർ. ഓഹോ, ഐ വിൽ സോൾവ് ദ മാറ്റർ. എത്ര അഹങ്കാരം ഉണ്ടായിട്ടാ നമ്മുടെ മോളെ ഒരുത്തം പരിഹസിച്ചത്. ഇവിടെയുള്ള 18 ഗ്രാമം ഭരിക്കുന്ന നമ്മുടെ മുമ്പില് ചെരുപ്പിട്ട് നടക്കാൻ പോലും പേടിക്കുന്ന നമ്മുടെ അടുത്ത് ഏതോ ഒരുത്തം വന്ന് നമ്മുടെ മോളോട് എലിസബത്ത് റാണിയാണെന്ന് ചോദിച്ചേക്കുന്നു. അവനെ ഞാൻ വെറുതെ വിടില്ല. എടാ കാളി, അവനെ പട്ടിയെ പോലെ അടിച്ചു പിടിച്ചോണ്ട് വാടാ. ആരാ നീ? ആരാണെന്നോ? നീ ചോദിച്ചില്ലേ എലിസബത്ത് റാണി അവരുടെ ബംഗ്ലാവിൽ നിന്ന് വരിക. നമസ്കാരം. നമസ്കാരം. ഐ ആം തുളസീധരൻ. ദിസ് ഈസ് മൈ വൈഫ്. ദാറ്റ് ഈസ് മൈ ഡോട്ടർ. ബൈ ദ ബൈ, വെൽക്കം ടു മൈ പാലസ്. അയ്യോ, ഇവനാ നമ്മുടെ മോളെ കളിയാക്കിയത്. അവന്റെ അടുത്ത് പോയി നിങ്ങളെ. എന്താ മോനെ ഇത്? കാണാൻ നല്ല കുട്ടിയെ പോലെ ഉണ്ടല്ലോ. നല്ലവനോ? നോൺസെൻസ്. Now look. Hold your tongue before I lose my temper. See, first of all, I don't think it's a good manners to interrupt one is talking to another. Just because of a rich and educated, don't think whatever you feel sounds good, okay? We may look cheap, be poor, but we requested to give respect. I just come here to reason out, not for an argument, understand? Try to be polite and behave like a girl. Don't act smart. Correct. ഒരുപാട് പഠിച്ചിട്ടുണ്ട് എന്നുള്ള ധൈര്യത്തിൽ എന്തും പറയാമെന്ന് വിചാരിക്കരുത്. വാക്കുകൾ അളന്ന് സംസാരിക്കണം. Fine, 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 fine. Please look at me, young man. സർ, സംഭവിച്ചത് എന്താണെന്ന് കേൾക്ക്. ഞാൻ നിങ്ങളുടെ മോള് ചോദിച്ച കടങ്കഥയ്ക്ക് ഉത്തരം പറഞ്ഞതല്ല. ഞാൻ ഇതാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഇതെന്ത് ബുക്കായത്? ലോകജാലകം ചോദ്യോത്തരം
വായില്ലാത്ത ചിക്ക് നാവിന് ചുറ്റും പല്ല്. ചിരവ ചക്ക. ചിരവ എന്ന് ടിക്ക് ചെയ്തിരിക്കുന്നു. ഗൗരി, നീ ഏത് കടങ്കഥയാണ് ചോദിച്ചത്? നാക്കുന്നുണ്ട് പക്ഷെ രുചിയില്ലാത്തവൻ. ചിരവ. ഓക്കേ ഓക്കേ, വി വിൽ സീ ദി നെക്സ്റ്റ് മാറ്റർ. സ്ത്രീകളുടെ മുടിയിൽ ഇതുണ്ടാകും. അഴുക്ക്. പേൻ. പേൻ എന്ന് ടിക്ക് ചെയ്തിരിക്കുന്നത് കറക്റ്റാണ്. അതിന് നീ എന്താ പറഞ്ഞത് ഗൗരി മോളെ? ഓ, ഇരുണ്ട വീട്ടില് കുഴിയാന. പേനാണ്. ദാറ്റ്സ് ആൾസോ കറക്റ്റ് ആൻസർ. വെയിറ്റ്, നെക്സ്റ്റ് മാറ്റർ. സംസാരിക്കാൻ ഇത് തന്നെ വേണം. നാക്ക്, ചുണ്ട്. നാക്കെന്ന് ടിക്ക് ചെയ്തിരിക്കുന്നു. കറക്റ്റ് ആൻസർ. അടുത്തത് നീ ഏത് കടങ്കഥയാണ് ചോദിച്ചത് ഗൗരി മോളെ? 32 കാവൽക്കാരുള്ള ഗുഹയിൽ ഒളിച്ചിരിക്കും രാജാവ്. നാക്ക്. ഓക്കേ, നാക്ക്. നീ കടങ്കഥ ചോദിക്കുമ്പോ ഇവൻ ഈ പുസ്തകത്തിൽ നോക്കി ടിക്ക് ചെയ്യുന്നു. രണ്ടും സിങ്കായിരിക്കുന്നു. ദിസ് ഈസ് മച്ച് മോർ കോംപ്ലിക്കേറ്റഡ് മാറ്റർ. ഇതാണ് സാർ സംഭവിച്ചത്. ഇതല്ലാതെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. I'm sorry. അവൻ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത്? അവനോട് ഇംഗ്ലീഷിൽ നല്ല രീതിയിൽ രണ്ട് പറഞ്ഞുകൂടായിരുന്നോ? എന്നോട് മാത്രം പറയുമ്പോ നിങ്ങൾക്ക് 100 നാവാണല്ലോ. അവിടെ ഒന്ന് നിന്നേ. വാട്ട് ഈസ് യുവർ ഗുഡ് നെയിം? രാജു. സ്വീറ്റ് ബോയ്, ആർ യു ഗ്രാജുവേറ്റ്? യെസ്, MA. Very good. Today is the day for me. I am very, very happy. One more educated person come to my village. ചെറുക്കന്റെ സ്ഥലം ഏതാണെന്ന് ചോദിച്ചില്ലല്ലോ. ജോലിക്ക് ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. He's a great boy. റേറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. What a surprise. പൈസയൊക്കെ പറഞ്ഞിട്ടുണ്ട്. രാജമ്മയായിരുന്നാ? മുതലാളി, ഞാൻ ജോലിക്ക് ആളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മുതലാളി റേറ്റ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ. നീ അതാണോ പറഞ്ഞത്? ഞാൻ റേറ്റ് അല്ല പറഞ്ഞത്, ഗ്രേറ്റ് ബോയെ പറ്റിയാ പറഞ്ഞത്. ഒരു പയ്യൻ ഇവിടെ വന്ന് എന്നോട് അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചു. അവന്റെ ഇംഗ്ലീഷ് കേട്ട് ഞാൻ തന്നെ അതിശയിച്ചു പോയി. മുതലാളി എന്നിട്ട് അവനെ വെറുതെ വിട്ടോ? അവന് എന്ത് ധൈര്യം ഉണ്ടായിട്ട് വേണം മുതലാളിയോട് ഇവിടെ വന്ന് ഇംഗ്ലീഷ് പറയാൻ വേണ്ടി? നമ്മുടെ ഈ നാട്ടിലെല്ലാം കൂടി ഇംഗ്ലീഷ് പറയുന്ന ഒരാളും മുതലാളിയല്ലേ. മുതലാളിയോട് അവൻ ഇംഗ്ലീഷ് പറഞ്ഞോ? രാജമ്മേ, അവൻ എന്നെക്കാളും കൂടുതൽ പഠിച്ചവനാണ്. അവനെ നമ്മളൊക്കെ തന്നെ ബഹുമാനിക്കണം. അവനെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല. അവന്റെ പേര് രാജു എന്നാ പറഞ്ഞത്. ഏതുവരെ പഠിച്ചു എന്ന് ചോദിച്ചപ്പോ MA ആണെന്ന്. മുതലാളി, എന്താ പേരെന്ന് പറഞ്ഞേ? പേര് രാജു എന്നാ, വിദ്യാഭ്യാസം MA. മുതലാളി. എന്താ രാജമ്മേ, കണ്ണു നിറഞ്ഞല്ലോ. അവൻ എന്റെ മകനാ. രാജമ്മ, നിന്റെ മകനാ? മുതലാളി, അവൻ നമ്മുടെ നാട്ടിൽ നിന്ന് എന്തെങ്കിലും കൂലിപ്പണിക്ക് പോയി കഷ്ടപ്പെടുമെന്ന് വിചാരിച്ച കടവും മറ്റും വാങ്ങി അവനെ പട്ടണത്തിൽ തന്നെ താമസിച്ച് പഠിക്കാൻ അയച്ചത്. രാജമ്മ, നീ വെയിലും മഴയും നോക്കാതെ കഷ്ടപ്പെട്ടതൊന്നും വെറുതെ ആയില്ല. നിന്റെ മോന്റെ ഇംഗ്ലീഷ് കേട്ട് ഞാൻ തന്നെ അതിശയിച്ചു പോയി. മോനെ, എന്റെ പൊന്നു മോനെ, നീ ഇംഗ്ലീഷ് സംസാരിച്ചോടാ? എടാ, നീ ഇംഗ്ലീഷ് സംസാരിച്ചോ? മുതലാളിയോട് ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. അയ്യോ, എന്റെ മോൻ ഇംഗ്ലീഷ് സംസാരിച്ചു. ഒന്നും പറയണ്ട. മുതലാളി നിന്നെ കണ്ണുവെച്ചിട്ടുണ്ടാവും. അയ്യോ, നാട്ടുകാരൊക്കെ എന്റെ മോനെ കണ്ണുവെച്ചിട്ടുണ്ടോ? എന്താ ഇപ്പൊ ചെയ്യാ? എന്റെ ദൈവമേ, എന്താ ഇപ്പൊ ചെയ്യാ? ഇത് തന്നെ ചെയ്യാം. കണ്ണ് കിട്ടിക്കാണ എന്റെ മോന്. നീ അറിയത്തില്ല. ഇടയ്ക്ക് സംസാരിക്കല്ലേ? രണ്ട് കാലം കാണിക്കടാ. ഇരിക്ക. നാട്ടുകാരുടെ കണ്ണൊക്കെ പതിഞ്ഞിട്ടുണ്ടാവും. തുപ്പ്.
ആ തമ്പരാട്ടിയുടെ കണ്ണ് കിട്ടിയാലുണ്ടല്ലോ വല്ലാത്തൊരു കണ്ണാ അത്. നീ തീയിലേക്ക് നോക്ക്. എല്ലാ ദൃഷ്ടിദോഷവും പോയി. എടാ വാ ഇങ്ങോട്ട്, വാടാ. ചേച്ചി ഇങ്ങോട്ട് വാ. വിളിച്ചായിരുന്നോ? എന്റെ മോനെ മുതലാളിയോട് ഇംഗ്ലീഷ് സംസാരിച്ചു. എന്തെന്നാ മുതലാളിയുടെ അടുത്ത് ഇംഗ്ലീഷിൽ സംസാരിച്ചോ? അതേടാ. എന്റെ അടുത്ത് പറയടാ. സംസാരിച്ചേ. പറഞ്ഞു കേൾപ്പിക്കേ. ഇവനോടൊക്കെ എങ്ങനെയാ ഇംഗ്ലീഷ് പറയുന്നത്? ചേച്ചി എന്നെ വിളിച്ചു വരുത്തി അവമാനിക്കല്ലേ, ഞാനിപ്പോ പോവും. നിക്ക്, പറയൂടാ മോനെ, നീ ഒന്ന് പറയടാ. ചേച്ചി എനിക്ക് സമയമില്ല, എനിക്ക് കാട്ടിൽ പോയി പുല്ലരിയാനുള്ളതാ. Betty Botter bought a bit of butter, but the better butter was bitter. So the Betty Botter bought a better bit of butter, bitter. അയ്യോ, എന്താടാ ഇത്? നിന്റെ ഇംഗ്ലീഷ് കേട്ടോണ്ട് തല കീഴായി പോന്നു. അമ്മ, ഇത് ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് അല്ല, നമ്മുടെ സൂപ്പർ സ്റ്റാർ സിനിമയിൽ പറഞ്ഞ ഇംഗ്ലീഷാ. എന്താടാ മോനെ ഇത്? തോക്കൊണ്ട് വെടിവെക്കുന്ന പോലെ ടിഷ്യൂ എന്ന് സംസാരിക്കുന്നേ. മോനെ മോനെ, ഈ അമ്മയ്ക്ക് കേക്കാനടാ, ഒന്ന് സംസാരിക്കടാ. ഇപ്പൊ ഞാൻ അമ്മയോട് ഇംഗ്ലീഷിൽ സംസാരിക്കണം, അത്രയല്ലേ ഉള്ളൂ. You are the greatest mother in the world. I can never love you now or thank you now for whatever you've done for me. Paradise doesn't like the skies is above, but at my mother's feet. ദൈവത്തിന് മുകളിലാണ് അമ്മ. അമ്മ കഴിഞ്ഞുള്ള ദൈവം. ലോകത്തിലെ തന്നെ ഏറ്റവും അമൂല്യമായത് അമ്മയാണ്. സ്വർഗം എവിടെയെന്ന് ചോദിച്ചാൽ അത് മുകളിലല്ല, അമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം. അമ്മ ഒഴുക്കിയ വിയർപ്പാണ് എൻ്റെ വിദ്യാഭ്യാസം. അമ്മയുടെ ശ്വാസമാണ് എൻ്റെ ഇംഗ്ലീഷ്. ഞാൻ വിശക്കുമ്പോഴെല്ലാം അമ്മയുടെ വയറ്റ് ചവിട്ടുമ്പോൾ അമ്മ എനിക്ക് വേണ്ടി പാടത്ത് കൊയ്തതും കള പറിച്ചതും കാട്ടിൽ പണിയെടുത്തതും വെയിലും മഴയും ഒന്നും വകവയ്ക്കാതെ അമ്മ എന്നെയും ചുമന്ന് എന്നെ പഠിപ്പിച്ചു. ആ പഠിപ്പാണമ്മേ എൻ്റെ എം എ. എം എ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് ആർട്സ് ആണെന്നൊക്കെ പറയും. പക്ഷെ എന്നെ സംബന്ധിച്ച് എം എ എന്ന് പറഞ്ഞാൽ മദേഴ്സ് അഫെക്ഷൻ, അമ്മയുടെ സ്നേഹം, മാതൃസ്നേഹം.